ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിന്റെ കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടോ? നിന്റെ കൂടെ പരിശുദ്ധാത്മാവ് ഉണ്ടോ? നിനക്ക് പരിശുദ്ധാത്മാവിനെ അറിയാമോ? ഈ വചനം ശ്രദ്ധിക്കാം. അപ്പോസ്തല പ്രവർത്തനം അധ്യായം 19 1 മുതൽ വചനം. ബുക്ക് ഓഫ് ആക്ട്സ് 19:1. അപ്പോളോസ് കൊറിന്തോസിലായിരുന്നപ്പോൾ പൗലോസ് ഉൾനാടുകളിലൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി. അവിടെ അവൻ ഏതാനും ശിഷ്യരെ കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ? അവർ പറഞ്ഞു, ഇല്ല, പരിശുദ്ധാത്മാവ് എന്നൊന്ന് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അവൻ ചോദിച്ചു, എങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് സ്നാനമാണ് സ്വീകരിച്ചത്? അവർ പറഞ്ഞു, യോഹന്നാന്റെ സ്നാനം. അപ്പോൾ പൗലോസ് പറഞ്ഞു, യോഹന്നാൻ തനിക്ക് പിന്നാലെ വരുന്നവനിൽ, അതായത് യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അനുതാപത്തിന്റെ സ്നാനമാണ് നൽകിയത്. അവർ ഇത് കേട്ട് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു. പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അവർ ഏകദേശം 12 പേരുണ്ടായിരുന്നു. ഹല്ലേലൂയ. കൊറിന്തോസിൽ, ഗ്രീക്കില് അവിടെ സ്ഥലമാണ് എഫെസോസില് പൗലോസ് കുറെ ആൾക്കാരെ കാണുകയാണ്, വിശ്വാസികൾ. അപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങൾ സ്നാനം സ്വീകരിച്ചപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ? അപ്പൊ അവര് ചോദിച്ചു, ആരാണ് ഈ പരിശുദ്ധാത്മാവ്? ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല, ഞങ്ങളായിരുന്നു കേട്ടിട്ട് പോലുമില്ല. ഇന്ന് ഒരു കുട്ടിയോട് ചോദിച്ചാൽ കുട്ടി പറയും പരിശുദ്ധാത്മാവ്, കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. പക്ഷേ സഭയുടെ ആരംഭകാലങ്ങളിൽ ഈ അറിവുള്ള ആൾക്കാർ വളരെ വിരളമായിരുന്നു. കാരണം പരിശുദ്ധാത്മാവ് എല്ലാവർക്കും കൊടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് ദൈവം എല്ലാവർക്കും ഭാര്യ പോലും കൊടുത്തിരിക്കുകയാണ്. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഇവിടെ കുറെ 12 പേരോളം ആളുകൾ അവർ സ്നാനപ്പെട്ടു. യോഹന്നാന്റെ സ്നാനം. അവർക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരെ സ്നാനപ്പെടുത്തുന്നു, അവരെ കൈവിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ അന്യഭാഷ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് പറഞ്ഞു. ആരാണ് ഈ പരിശുദ്ധാത്മാവ്? ആരാണ് പരിശുദ്ധാത്മാവ്? ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവാണ്. ത്രിത്വത്തിലെ മൂന്നാമനാണ്. ദൈവമാണ് പരിശുദ്ധാത്മാവ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം തന്റെ ആത്മാവിനെ മനുഷ്യർക്ക് തന്നത്? ഒറ്റ ഉദ്ദേശം അവിടത്തേക്കുണ്ടായിരുന്നുള്ളൂ. ഓരോ മനുഷ്യനെയും തന്റെ മകനാക്കണം, തന്റെ മകളാക്കണം. ഈ ഭൂമി ജീവിക്കുന്ന മനുഷ്യരെല്ലാം ജീവിക്കുന്ന പാപത്തിലാണ്. പക്ഷെ അവരെല്ലാം ഉടയവൻ ആരാണ്? അവരെ സൃഷ്ടിച്ചത്? ദൈവമാണ്. പിതാവ് ദൈവമാണ്. അവരെ സൃഷ്ടിച്ചു. സൃഷ്ടാവിനെ അറിയുന്നില്ല, മനുഷ്യനെ അറിയുന്നില്ല. ആ ദൈവത്തെ മനുഷ്യൻ അറിയുന്നില്ല. അവൻ അറിവുള്ള ലോകത്തിലെ കാര്യങ്ങളാണ്. അവൻ പാപത്തിലാണ് ജീവിക്കുന്നത്. അത് എന്തു ചെയ്താലും മടിയില്ല. മദ്യപാനമോ വ്യഭിചാരമോ കൊലപാതകമോ ലഹരി വസ്തുക്കളോ ഇതിനടിപ്പെട്ട് മനുഷ്യൻ ജീവിക്കുക. ദൈവത്തെ അവൻ അറിയുന്നില്ല. അപ്പൊ ദൈവം എന്ത് ചെയ്തു? തന്റെ സൃഷ്ടികളായ മനുഷ്യർ തനിക്ക് സ്വന്തമാക്കണം. അവരെ തന്നെ അറിയണം, സ്നേഹിക്കണം. കാരണം അവർ തന്റെ മക്കളാണ്. അവരെ സ്വന്തമാക്കാൻ വേണ്ടി പിതാവായ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് ഓരോ മനുഷ്യന്റെ മേലാണ് അയച്ചത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഇവിടെ ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ഇവിടെ വരുമ്പോൾ. കാരണം കൊല്ലം അഭിഷേകത്തിലൊരു തടാകമെന്ന് എനിക്കറിയാം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് ഞാൻ നേരിട്ടത് ദൈവാത്മാവിന്റെ ഒരു സാന്നിധ്യമില്ലാത്ത ഒരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞു, മനുഷ്യന്റെ അവിശ്വസ്തത, ദൈവത്തിന്റെ ആത്മാവിന് ഇടം കൊടുക്കാതെ, ദൈവത്തിന്റെ ആത്മാവിനെ സ്നേഹിക്കാതെ പാപത്തിൽ ജീവിക്കുന്നത് മൂലം ജ്ഞാനസ്നാനം വഴിയും കുദാശല വഴിയും കൈവപ്പിലൂടെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച മനുഷ്യന് ദൈവത്തെ മറന്ന് പാപം ചെയ്ത് ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ജീവിക്കുമ്പോൾ പിന്നെ ദൈവം എന്ത് വിശ്വസിച്ചിട്ട്, ആരെ വിശ്വസിച്ചിട്ടാണ് തന്റെ ആത്മാവിനെ അയക്കേണ്ടത്?
താൻ വിളിച്ചൊരു ജനം, തന്റെ സ്വന്തമാകാൻ വേണ്ടി വിളിച്ചൊരു ജനം, അവരവിശ്വസ്തരായിട്ട് ജീവിക്കുന്നു, ഒരു പാപത്തിൽ ജീവിക്കുന്നു. ഇനി ആർക്കു വേണ്ടി അഭിഷേകത്തെ അയക്കണം? തന്റെ ആത്മാവിനെ അയക്കണം. ഒരു വചനമുണ്ട്, എഫെസ്യൂസ് 4:30 വചനം. എഫെസ്യൂസ് 4:30, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. എന്നിട്ട് പറഞ്ഞ്, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതപ്പെടുത്തിയ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അവിടുന്ന് പറയാ, നിങ്ങളവരെ വേദനിപ്പിക്കരുത്. ഒരപ്പൻ തന്റെ മകളെ വിവാഹം കഴിച്ചു വിവാഹത്തിന് കൊടുക്കുകയാണ്. അപ്പോൾ ഒറ്റ കാര്യം ആവശ്യപ്പെട്ടുള്ളൂ, മരുമോനോട് ആവശ്യപ്പെട്ടുള്ളൂ, എന്റെ മകളെ വേദനിപ്പിക്കരുത്. അവൻ വന്ന് മകളെ വേണമെന്ന് പറഞ്ഞു, കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. ശരി, കെട്ടിച്ചു തന്നു. ഇപ്പം പറയാണ്, എന്റെ മകളെ വേദനിപ്പിക്കരുത്. അതൊരു കൽപ്പനയാണ്. അത് മാത്രമേ അവനെ ആവശ്യപ്പെട്ടുള്ളൂ. കാരണം ജീവിക്കുന്ന കാലത്തിന് മകൾ സമാധാനമായിട്ട് ജീവിക്കണം, അവൾ സന്തോഷമായിട്ട് അവൾ ജീവിക്കണം. അതാണ് തന്റെ സന്തോഷം. അതുകൊണ്ട് അപ്പൻ പറഞ്ഞു, എന്റെ മകളെ നീ ഒരിക്കലും വേദനിപ്പിക്കരുത്. അവൻ പറഞ്ഞു, ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം അപ്പാ. അങ്ങനെ പറഞ്ഞു പോയവൻ ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവളോട് പറഞ്ഞു, നിന്നെ വീട്ടിൽ പോയി കളാൻ പറഞ്ഞു. ഇനി നമ്മൾ ബന്ധമൊന്നുമില്ല, ജീവിക്കാൻ പറ്റില്ല. കാരണം അവന് ജീവിക്കേണ്ടത് ലോകത്തിലെ സ്വത്ത് ജീവിക്കണം, മദ്യപിക്കണം, അവന് നീലചിത്രങ്ങൾ കാണണം. അത് കണ്ടാലേ അവന് കുടുംബത്തിലെ ഭാര്യയോട് ബന്ധപ്പെടാൻ പറ്റുപോലും. ഇതൊന്നും ഉൾക്കൊള്ളാൻ അവളെ കൊണ്ട് പറ്റിയില്ല. അവന് പള്ളിയില്ല, പട്ടക്കാരില്ല, പ്രാർത്ഥനയില്ല. ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞവൻ നാം ജീവിക്കുന്നത് വലിയ നാശത്തില്, വലിയ പാപത്തിലാണ്. ഇത് ഉൾക്കൊള്ളാൻ പറ്റാവുന്നപ്പോൾ ഭാര്യയോട് പറയാണ്, നീ വയ്ക്കൂ, നീ ഇവിടെ ജീവിക്കേണ്ട. ഇനി ഇവിടെ ഇത് ഭൂമി സംഭവിക്കുമ്പോൾ തകരുന്ന കുറെ മനുഷ്യരുണ്ട്. പറഞ്ഞു വിട്ട അപ്പൻ എത്ര വലിയ പ്രതീക്ഷയിലാണ് മകളെ പറഞ്ഞു വിട്ടത്. പക്ഷെ ഇന്ന് അവൾ ഉണ്ടായിരിക്കുന്ന ഈ ദുർസ്ഥിതിയിൽ എത്രമാത്രം ആ അപ്പനും ആ അമ്മയും ആ കുടുംബം എല്ലാവരും തകരുകയാണ്. തങ്ങളുടെ കുടുംബത്തിലൊരു അംഗം, തങ്ങളുടെ മകള് ജീവിതം നഷ്ടപ്പെട്ട അവൾ മടങ്ങി വന്നിരിക്കുന്നു. ഇനിയുള്ള കാലം മുഴുവൻ അവൾ ഒറ്റയ്ക്ക് ജീവിക്കണം. ഒരു വലിയ തകർച്ചയാണത്. മറ്റൊരുവനോ നശിക്കാൻ വേണ്ടി അവൻ ജീവിക്കുന്നത് കൊടിയ പാപത്തിലാണ്. ഇവിടെ യാതൊരു ന്യായീകരണവും പറയാനായിട്ടില്ല. ഭാര്യയെ പറഞ്ഞയച്ചതിൽ അവന് യാതൊരു ന്യായീകരണവുമില്ല. അവൾ സ്നേഹിക്കാഞ്ഞിട്ടല്ല, അവൾ അവനെ പരിചരിക്കാഞ്ഞിട്ടല്ല, അവൾ അത്രമാത്രം സ്നേഹത്തോടെ ആദരവോടെ തന്റെ ഭർത്താവിനെ ശുശ്രൂഷിച്ചുള്ള ആളാണ്. പക്ഷെ അവന് വേണ്ടത് ലോകമാണ്, അവന് വേണ്ടത് പരസ്ത്രീ ബന്ധങ്ങളാണ്. അവന് ഫോണിൽ അവനെ ചാറ്റിങ് നടത്തേണ്ടത് അന്യ സ്ത്രീകളുമായിട്ടാണ്. ഇതെല്ലാം കണ്ട് ഇവിടെ ഹൃദയം തകർന്നു. താൻ വിശ്വസിച്ച തന്നെ പൊന്നുപോലെ നോക്കുമെന്ന് പറഞ്ഞവൻ ഇന്ന് എത്രയോ ഹീന അവസരം തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. അവളും തകർന്നു. നീ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവം ഇതുപോലെ തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി നമ്മോട് പറഞ്ഞു, ഇത് ഇതെന്റെ ആത്മാവാണ്, ഇതെന്റെ ജീവനാണ്, ഇതെന്റെ സ്നേഹമാണ്, ഇതെന്റെ ശക്തിയാണ്, ഇതെന്റെ സ്വഭാവങ്ങളാണ്, ഇതെന്റെ പ്രകാശമാണ്. കുഞ്ഞെ, നീ പൊന്നുപോലെ നോക്കണം. നീ പാപം ചെയ്യരുത്. നീ പാപത്തിനെതിരെ നീ ബല്ലടിക്കണം. ഇവൻ നിന്നെ സഹായിക്കും. ഇവൻ സഹായനാണ്, പരിശുദ്ധാത്മാവ്. നീ ഇവനെ വേദനിപ്പിക്കരുത്. നീ ഇവനെ തടവറയിലിടരുത്. നീ ഇവനെ അടിമയാക്കി മാറ്റരുത്. അവൻ നിന്റെ ശരീരത്തിൽ വസിക്കുമ്പോൾ, അവൻ നിന്റെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ, ഈ ശരീരം കൊണ്ട് നീ ഒരു പാപം ചെയ്ത് നീ അവനെ വേദനിപ്പിക്കരുത്, അവനെ തകർക്കരുത്. പക്ഷെ ഇന്ന് മനുഷ്യൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെന്ന് പോലും ബോധ്യമില്ല, അറിവില്ല. എത്രയോ പേരാണ് വ്യഭിചാരത്തിൽ ജീവിക്കുന്നത്. വ്യഭിചാരികളായിട്ട് ജീവിക്കുക, ശരീരം കൊണ്ട് വ്യഭിചാരം ചെയ്യുന്നു, മദ്യപിക്കുന്നു, ലഹരി വസ്തുക്കൾ കഴിക്കുന്നു, ഉളുഫലിമിന് അടിമത്തിൽ ജീവിക്കുന്നു, ഹൃദയത്തിൽ വലിയ പ്രതികാരം വെറുപ്പായിട്ട് ജീവിക്കുന്നു. കുടുംബങ്ങളിൽ സമാധാനമില്ല, ഭാര്യയും ഭർത്താവുമായിട്ട് കലഹമാണ്, മക്കളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല, മക്കളുമായിട്ട് കലഹമാണ്, മക്കൾക്ക് മാതാപിതാക്കളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല.
അവർ കലഹത്തിലാണ്. തകർന്ന കുടുംബങ്ങൾ, തകർന്ന ജീവിതങ്ങൾ. ദൈവം തന്ന ആത്മാവ് എവിടെ? നിന്നെ സഹായിക്കാൻ, നിന്നെ വളർത്താൻ, നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി നൽകിയ ദൈവത്തിന്റെ ആത്മാവ് എവിടെ? ഇത് അവൻ നിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ, അവിടെ വസിക്കാൻ നീ അനുഭവിച്ചിരുന്നെങ്കിൽ എത്രമാത്രം സമാധാനം നിനക്ക് ലഭിക്കുമായിരുന്നില്ലേ? എത്രമാത്രം സഹായം നിനക്ക് ലഭിക്കുമായിരുന്നില്ലേ? നിഷ്കരണം, യാതൊരു കരുണയും കാണിക്കാതെ നിന്നിലേക്ക് വന്നവനെ നീ വേദനിപ്പിച്ചില്ലേ? നീ തകർത്ത് തരിപ്പണമാക്കിയില്ലേ? ഒരു കുറ്റവാളിയെ പോലെ നീ അവനെ തടവറയിലിട്ടില്ലേ? അതൊരു നിസ്സാര കാര്യമല്ല. കാരണം പരിശുദ്ധാത്മാവിനെ നൽകിയത് മനുഷ്യരാരുമല്ല, ദൈവമാണ്. ആ ദൈവത്തിന്റെ ആത്മാവിനെ മനുഷ്യൻ ഈ ഹീനമായ രീതിയിൽ അവനെ ഇങ്ങനെ പീഡിപ്പിച്ചാൽ ആ ദൈവം ചുമ്മാതിരിക്കുമോ? ഇന്ന് മനുഷ്യന്റെ തകർച്ചയ്ക്ക്, അവന്റെ അധപതനത്തിന്, കുടുംബത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ദൈവം അമൂല്യമായി നൽകിയ തന്റെ പരിശുദ്ധാത്മാവിനെ മനുഷ്യൻ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യൻ നിന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന് മനുഷ്യനൊരു മഹത്വം കൊടുക്കുന്നില്ല, ആ സാന്നിധ്യം അവൻ അറിയുന്ന പോലുമില്ല. പരിശുദ്ധാത്മാവ് ദൈവം ഉള്ളില്, ഒരുവൻ ഉള്ളിൽ തടവറയിലാണ്, വിട്ടുപോയിട്ടില്ല. മരണത്തിന്റെ നിമിഷം വരെ അവിടുന്ന് കൂടെ നിൽക്കും. ഒരു നിമിഷത്തെങ്കിലും പശ്ചാത്തപിച്ചു വരാൻ വേണ്ടി ആ ആത്മാവ് കാത്തു നിൽക്കും. പശ്ചാത്തപിക്കുന്നില്ലെങ്കിലോ ആ മരണസമയത്ത് നിനക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് പിൻവലിക്കപ്പെടുകയാണ്, വിട്ടുപോവുകയാണ്, അവൻ മടങ്ങിപ്പോവുകയാണ്. ആ ആത്മാവ് ജീവിതകാലം ചെയ്തു പോയ ഈ അതിക്രമങ്ങൾ പോലും അവൻ ചെന്നുവിടുന്ന നരകാഗ്നിയിലേക്കാണ്. ശത്രുവിനെ പിടിയിൽപ്പെട്ടുകൊണ്ട് പിശാച് ഉള്ള കാലം മുഴുവൻ അവനെ തകർന്ന് തരിപ്പണമാക്കുകയാണ്. ഈ ഭൂമിയിൽ ഉണ്ടാക്കിയ സന്തോഷങ്ങൾക്ക് അപ്പുറത്ത് എത്രയോ വർഷങ്ങള് ഈ ഭൂമിയിൽ 10 or 20 വർഷമായിരിക്കാം, അല്ലെ 50 വർഷമായിരിക്കാം ജീവിച്ചിരുന്ന് അവൻ ലോകസുഖങ്ങൾ അനുഭവിച്ചത്, മദ്യപാനവും വ്യഭിചാരമായിട്ട് ജീവിച്ചത്. പക്ഷെ അവന്റെ പിന്നീടുള്ള ജീവിതം അത് എത്രയോ 100 വർഷങ്ങൾ, എത്രയോ 1000 വർഷങ്ങളായിരിക്കാം അവൻ രക്ഷപ്പെടാതെ ആ നരകാഗ്നിയിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ദൈവം സ്നേഹത്തിൽ തന്റെ ആത്മാവിനെ നൽകിയിട്ട് യേശുക്രിസ്തുവിന്റെ കാലത്തിന് മുമ്പ് തന്റെ പരിശുദ്ധാത്മാവ് ആർക്കും കൊടുത്തിട്ടില്ല. only for the prophets, പ്രവാചകന്മാർക്ക് മാത്രം, അങ്ങനെയുള്ള ദൈവം വിളിച്ചവർക്ക് മാത്രമേ എൻ്റെ ആത്മാവിനെ ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. യേശുക്രിസ്തുവിലൂടെയാണ് ഇതെല്ലാവർക്കും പരിശുദ്ധാത്മാവ് ലഭിക്കുന്ന സൗജന്യ ദാനമായിട്ട്. കാരണം യേശു സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു. എന്റെ പാപങ്ങള് യേശു ഏറ്റെടുത്ത് ശിക്ഷിക്കപ്പെട്ടു. ഒരു പാപമില്ലാത്തവൻ എന്നോടുള്ള സ്നേഹത്തെ പറയാൻ രക്ഷിക്കാൻ വേണ്ടി അവൻ പാപിയായിട്ട് മാറി. അവന്റെ മേൽ പാപങ്ങൾ ചുമത്തപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ടു. പാപത്തിന്റെ ശക്തി ദൈവം നശിപ്പിച്ചു. വേദനയിലൂടെ അതിനെല്ലാം നശിപ്പിക്കപ്പെട്ടു. അതിന് ദൈവം പറഞ്ഞു, ഇതാ ഇവനെ ഉയർത്തിയിരിക്കുന്നു, ഇവനെ നോക്ക്. ഇവനെ വിശ്വസിച്ചുകൊണ്ട് നീ നിന്റെ പാപം അവനോട് ഏറ്റു പറഞ്ഞ ഒറ്റ നിമിഷം ആ പാപം ക്ഷമിക്കപ്പെടും. ഇതാണ് വാഗ്ദാനം. മരുഭൂമിയിൽ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യത്വം ഉയർത്തപ്പെടുകയെന്ന് യേശു പറഞ്ഞു. പുത്രന്റെ പിതാവ് ഉയർത്തിയിട്ട് പറഞ്ഞു, ഇവനെ നോക്കുക, പാമ്പ് കടിയേറ്റവൻ, വിഷമേറ്റവൻ, ഇവനെ നോക്കുക, അവനെ വിശ്വസിക്കുക, അവനെ വിളിച്ചപേക്ഷിക്കുക, അവന്റെ പാപം ക്ഷമിക്കപ്പെടും. ഇത് മാത്രമല്ല, യേശുവിന്റെ നാമത്തിൽ പാപം ക്ഷമിക്കപ്പെടുന്നു. യേശുവിന്റെ രക്തം കൊണ്ട് ഓരോരുത്തരും കഴുകപ്പെടുകയാണ്. യേശുവിന്റെ രക്തം കൊണ്ട് വീഴുന്നതിന് കഴിയിട്ടാണ് അവനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വീണ്ടും അയക്കുന്നത്. അത്രമാത്രം കരുതലോടെ ദൈവം നൽകുന്ന അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നാം എത്രമാത്രം കരുതലോടെ നോക്കണം പ്രിയപ്പെട്ടവരെ. നാം എത്രമാത്രം പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കേണ്ടവരാണ്. പക്ഷെ ഇന്ന് വാസ്തവത്തില് മനുഷ്യന്റെ ഈ അതിക്രമങ്ങൾ ദൈവത്തിന്റെ ആത്മാവിന് യാതൊരു സ്ഥാനവും ജീവിതത്തിൽ കൊടുക്കാതെ, അവിടുത്തെ സ്നേഹിക്കാതെ മനുഷ്യനെ ജീവിക്കുന്നത് മൂലം അവന് സമാധാനമില്ല, അവന് രക്ഷയില്ല, അവന്റെ ജീവിതത്തിലെ യാതൊരു അനുഗ്രഹവുമില്ല, ഒരു ഐശ്വര്യങ്ങളോ ഒരു അനുഗ്രഹവും പ്രാപിക്കാനെ കൊണ്ട് പറ്റുന്നില്ല. ഇതാണ് അവസ്ഥയെങ്കിൽ തിരിച്ചിട്ട് കഴിഞ്ഞാൽ
തിരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിനെ സ്നേഹിച്ചുകൊണ്ട്, ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ സ്നേഹിച്ചുകൊണ്ട്, മഹത്വം കൊടുത്തുകൊണ്ട് നീ അവിടുത്തോട് ഒരു ബന്ധം ഉണ്ടാക്കിയെടുത്താൽ എത്രയോ അധികമായ അനുഗ്രഹങ്ങളായിരിക്കും നിന്റെ മേൽ കടന്നു വരിക. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ നൽകപ്പെട്ടപ്പോൾ നാം എത്രമാത്രം ദൈവത്തിന്റെ ആത്മാവിനെ സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ്. ലോകത്തേക്കാൾ അധികമായി തിരിച്ചു വരണം പരിപെടുവരെ. ലോകസ്നേഹങ്ങളെ ഉപേക്ഷിച്ചിട്ട് ദൈവമേ അവിടുത്തെ ആത്മാവിനെ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ച് ജീവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ഞാനായിരിക്കുന്ന പാപത്തിന്റെ അവസ്ഥയിൽ നിന്നും പുറത്തു വരണം. എന്നെ നശിപ്പിക്കുന്ന, എൻ്റെ ഭാവിയെ നശിപ്പിക്കുന്ന, എനിക്കൊരു അനുഗ്രഹം പ്രാപിക്കാൻ പറ്റാത്ത വണ്ണം എന്നെ തകർത്തു കളയുന്ന ഞാനായിരിക്കുന്ന പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് പുറത്തു വരണം. ഒരു അനുഗ്രഹിക്കുന്ന ദൈവം കൂടെയുണ്ട്. ഒരു അനുഗ്രഹത്തിന് ദൈവം നമ്മുടെ കൂടെയുണ്ട്, എപ്പോഴും ഉണ്ട്. ജീവിതത്തിൽ ഏത് മേഖലകളാകട്ടെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഈ അടുത്ത കാലത്ത് ഒരു 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു സാക്ഷ്യം ജർമ്മനിയിൽ പഠിക്കുന്ന ഒരു സഹോദരി, അവള് കഴിഞ്ഞ എക്സാമിൽ, പരീക്ഷയിൽ അവള് എല്ലാ വിഷയങ്ങൾക്കും അവിടുത്തെ ആ സ്ഥാപനത്തിൽ ഏറ്റവും ടോപ്പ് സ്കോററായിരുന്നു. ഏറ്റവും കൂടുതൽ മാർക്ക് അവൾക്കാണ് കിട്ടിയത്. നമ്മുടെ കേരളത്തിൽ അങ്കമാലി മലയാറ്റൂരിലുള്ള ഒരു കുടുംബത്തിലെ ഒരു മകൾ, അവളുടെ സാക്ഷി ഞാൻ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജർമ്മൻ ഭാഷ സംസാരിക്കുന്നതിൽ സ്പോക്കൺ സ്പോക്കണിൽ ഏറ്റവും ബെസ്റ്റ് മാർക്ക് അവൾക്ക് ലഭിച്ചു. ഇവള് പറയുകയാണ്, സാക്ഷ്യം ഇതാണ്, ഇവിടെ എല്ലാം എന്നെ സഹായിച്ചത് ഈ അഭിഷേകമാണ്. കുഞ്ഞുനാൾ മുതൽ ഈ അഭിഷേകത്തിൽ വളർന്ന്, പരിശുദ്ധാത്മാവിൽ വളർന്ന്, പാപം ചെയ്യാതെ വിശുദ്ധരായിട്ട് ജീവിച്ച് വിദേശത്ത് പോയി പഠിച്ചപ്പോഴും ആ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് അവൾ പരീക്ഷയ്ക്ക് പോയി. എല്ലാം ഏറ്റവും ടോപ്പ് സ്കോററായിട്ട് മാറി ആ സ്ഥാപനത്തിലെ. പക്ഷെ അവളുടെ കൂട്ടത്തിൽ പഠിച്ചൊരു പെൺകുട്ടി, ഒരു മലയാളി, കേരളത്തിൽ പോയവള് അവള് പരീക്ഷയിൽ തോറ്റുപോയി. അപ്പൊ തൻ്റെ കൂട്ടുകാരിക്ക് ഇത്രയും വലിയ വിജയം ലഭിച്ചല്ലോ, താൻ തോറ്റുപോയ വലിയൊരു ദുഃഖത്തിലായിരുന്നു ആ കൂട്ടുകാരി. ഒരു ദിവസം എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വരികയാണ്, ഞാൻ ഇന്ന ആളുടെ ഫ്രണ്ടാണ്, എൻ്റെ സുഹൃത്തിന് നല്ല മാർക്കോടെ അവൾ ജയിച്ചു, പക്ഷെ ഞാൻ പരീക്ഷയിൽ തോറ്റുപോയി, എനിക്ക് വീണ്ടും ആ പരീക്ഷ റീ എക്സാമാണ്, ഈ വരുന്ന ദിവസം പ്രാർത്ഥിക്കണം. പക്ഷെ ഞാൻ ആ മെസ്സേജ് ഞാൻ കണ്ടില്ല, അതിൻ്റെ ഫോണിൽ കിടപ്പുണ്ടായിരുന്നു. ഈ എക്സാമിൻ്റെ അന്ന്, പരീക്ഷയുടെ അന്ന്, ഈ എക്സാം പരീക്ഷ എഴുതിയിട്ട് ഈ മകളിനെ വിളിക്കുകയാണ്. അപ്പം പെട്ടെന്ന് ഫോൺ എടുത്തു, ഈ കോള് കാണാൻ പറ്റിയ ഫോൺ എടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ ഇന്ന ആളാണ്, കഴിഞ്ഞ ജർമ്മൻ പരീക്ഷ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ആളിൻ്റെ റൂംമേറ്റാണ് ഞാൻ, പക്ഷെ ഞാൻ ഈ പരീക്ഷ എഴുതിയിട്ട് ഞാൻ തോറ്റുപോയി. ഇന്ന് ഞാൻ വീണ്ടും റീ എക്സാം ആയിരുന്നു, 3 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് വരും, ഞാനിവിടെ തോറ്റുപോയാൽ എൻ്റെ ഫ്യൂച്ചർ ഇവിടെ അവസാനിക്കുകയാണ്. എനിക്ക് ഭയങ്കര ടെൻഷനാണ്, എനിക്ക് ഭയങ്കര ഭയമാണ്, പരീക്ഷ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര പ്രയാസമായി, ജയിക്കാൻ യാതൊരു സാധ്യതയുമില്ല, എനിക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല, എനിക്കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. നമ്മളുടെ ആ കണ്ണീരും നിലവിളിയും ഫോണിലൂടെ ഞാൻ മനസ്സിലാക്കി. ഞാൻ ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചു, കുഞ്ഞെ, ഞാൻ പ്രാർത്ഥിച്ചാൽ നീ ജയിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു ബ്രദറെ, ഞാൻ വിശ്വസിക്കുന്നു, സ്വീഡിഷിന്റെ അഭിഷേകത്തിൽ ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞു. അതൊരു പ്രാർത്ഥിക്കണം, ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞു. അതാണ് വിശ്വാസം. അവൾ ഒരിക്കൽ പോലും സ്വീഡിഷിലെ ഒരു പ്രാർത്ഥനയ്ക്ക് വന്നിട്ടില്ല, ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തിട്ടില്ല, കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മൽക്കോടി പ്രാർത്ഥിക്കുക, ദൈവം ഇവൾ എഴുതിയ ആൻസർ പേപ്പറിൽ എന്തെല്ലാം തെറ്റുകളുണ്ടെങ്കിലും അതെല്ലാം ഇപ്പോൾ കറക്റ്റ് ചെയ്യപ്പെട്ട് ഇവൾക്കൊരു നല്ല ഉന്നത വിജയം ഇവിടെ ലഭിക്കണം. ദൈവത്തിന്റെ ആത്മാവിന് സാധിക്കും. കാരണം ഇവള് കഴിഞ്ഞ പരീക്ഷയിൽ ജയിക്കേണ്ടവളായിരുന്നു, തോറ്റുപോയി ഒരു സബ്ജക്റ്റിൽ. ഇന്ന് എഴുതിയപ്പോൾ അതിലും മോശമായി പോയി, ഒരു സാധ്യതയുമില്ല. എല്ലാ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ കർത്താവേ അങ്ങന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഇതാ അങ്ങ് ജർമ്മനിയിലായിരിക്കുന്ന ആ മകൾ എഴുതിയ ആ ആൻസർ പേപ്പറുകളുടെ മേൽ കർത്താവിന്റെ അഭിഷേകം കടന്നു ചെല്ലണമേ. അവൾക്കൊരു നല്ല മാർക്ക് കൊടുത്ത് അവൾ ജയിക്കണം. അവിടെ തോൽവി വേണ്ട, അവിടെ അവൾ ജയിക്കാൻ ഇടവരുന്ന പരിശുദ്ധാത്മാവേ. ആ
വാല്യുവേഷൻ നടത്തുന്ന അധ്യാപകൻ അതിലൊരു കുറവും കാണാതിരിക്കട്ടെ. ഞാൻ പ്രാർത്ഥിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞു. വീണ്ടും എൻ്റെ ഫോൺ ബെല്ലടിച്ചു. ഈ മകളാണ്. ഭയങ്കര സന്തോഷം. അപ്പുറത്ത് ഭയങ്കര സന്തോഷം. വിളിച്ചു പറയാം, ബ്രദറെ ഞാൻ ജയിച്ചു, അത്ഭുതകരമായിട്ട് ഞാൻ ജയിച്ചു, എനിക്ക് 80% മാർക്കാണ് കിട്ടിയിരിക്കുന്നത് ഈ സബ്ജക്റ്റിന്. എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് അറിയില്ല, ഇത് കർത്താവിനെ വിജയിപ്പിച്ചതാണ്. ഹല്ലേലൂയ. ഒരു പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിവുള്ള വ്യക്തി പോലും അല്ല അവള്, കത്തോലിക്കയാണ്. പക്ഷേ വിശ്വാസത്തിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, എന്നെ വസിക്കുന്ന പരിശുദ്ധാത്മാവ് അവളെ സഹായിക്കുകയാണ്. ആ പരീക്ഷ അവളെ ജയിപ്പിച്ചുകൊണ്ട്. അതാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും പറഞ്ഞിട്ടുള്ള സാക്ഷ്യമാണ്. ഓസ്ട്രേലിയയിൽ ഒരു മകള്, തൃശ്ശൂരുകാരത്തിയാണ്. അവള് PhD പഠിച്ചു. അതിൻ്റെ ലാസ്റ്റ് എക്സാം എൻ്റെ പ്രൊജക്റ്റുകൾ സബ്മിറ്റ് ചെയ്തു. പക്ഷെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഒരു സബ്ജക്റ്റിൽ അവൾ തോറ്റുപോയി. ഇവള് ചെറുപ്പകാലം മുതൽ ഒരു സ്റ്റുഡൻസാണ്. ഇവളെന്നെ വിളിക്കുകയാണ്, ബ്രദറെ ഇത്രയും വർഷം പഠിച്ചിട്ട്, 4 വർഷം പഠിച്ചിട്ട് ഇത്രയും കാശ് മുടക്കിയതാണ്, വലിയ നഷ്ടമാണ് സംഭവം. ഇനി അവർ പറഞ്ഞത് അടുത്ത വർഷം നീ എഴുതി എടുക്കാനാണ് പറയുന്നത്. അത് സാധ്യമല്ല, എനിക്ക് ജയിച്ചേ പറ്റൂ, കാരണം ഇത് അനീതിയാണ്. ഞാൻ അപ്പം കാരണം പറഞ്ഞതാണ്, 4 സബ്ജക്റ്റ് ഒന്നിച്ച് അവൾ സബ്മിറ്റ് ചെയ്തതെല്ലാം ജയിച്ചിട്ടുണ്ട്. ഒരു സബ്ജക്റ്റിന് ഇവള് ആ ഡേറ്റ് മാറി കൊടുത്തു പോലും. അതുകൊണ്ടാണ് അവര് അത് തോൽപ്പിച്ചത്. അപ്പോൾ അവളുടെ പ്രൊഫസറെ വിളിച്ചവൾ ചോദിച്ചു, പ്രൊഫസർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ വീണ്ടും സബ്ജക്റ്റ് എഴുതണം, ഇനി 1 വർഷം എന്നെ പോവുകയാണ്. ഞാൻ പറഞ്ഞു, നിനക്ക് നീതിയുണ്ട്, കാരണം നീ മനഃപൂർവ്വമല്ല ഒരു ഡേറ്റ് തെറ്റിച്ചത്. അവർ തന്നൊരു ഡേറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അവർ പറയുന്ന ഡേറ്റ് ഇപ്പോൾ അവർ പറയുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? അങ്ങ് ഓസ്ട്രേലിയയിലെ ആ പ്രൊഫസർ കർത്താവിൻ്റെ വചനം കേൾക്കണം, ഈ മകളുടെ ആൻസർ പേപ്പർ നിങ്ങൾ വീണ്ടും വാല്യുവേഷൻ നടത്തണം, അവൾ ജയിക്കണം. ഇനി അവൾക്ക് നോക്കാൻ സമയമില്ല. ആ പ്രൊഫസർ ആരായിരുന്നാലും കർത്താവിന്റെ വചനം കേൾക്കുക, ഇപ്പോൾ ജയിച്ചുള്ള പ്രഖ്യാപിക്കുക. ദൈവനീതിയാണത്. എത്രയും പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചത് ഈ മകളുമായുള്ള ഫോൺ സംഭാഷണത്തിലാണ്, പ്രൊഫസറുമായിട്ടല്ല. ഫോൺ പ്രാർത്ഥന കഴിഞ്ഞു. 1, 2, 3, 4 ദിവസങ്ങൾ എനിക്ക് മറുപടി ഒന്നും വന്നില്ല. 5ാമത്തെ ദിവസം നമ്മളെന്നെ വിളിച്ചു, കഥ അത്ഭുതം പ്രവർത്തിച്ചു. ഇന്ന് പ്രൊഫസറുടെ മെയിൽ വന്നിട്ടുണ്ട്, ഞാൻ പാസ്സായി എന്ന് പറഞ്ഞുകൊണ്ട്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ നന്മകൾ ചെയ്യാൻ കഴിവുള്ളവനാണ് പരിശുദ്ധാത്മാവ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. ഈ പറയുന്ന അതേ മകൾ തന്നെയാണ് ഓസ്ട്രേലിയയിലെ, ഞാൻ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു ദിവസം അവിടെ രാത്രിയാണ്. എന്നെ വിളിച്ചത് പറയാൻ വളരെ ഭയങ്കര ഭയമാണ്. അവിടെ ഒരു ചുള്ളിക്കൊടുങ്കാറ്റ്, എൻ്റെ പേര് അലക്സ് എന്ന പേരിലുള്ള ഒരു ചുള്ളിക്കൊടുങ്കാറ്റാണ്. അത് അവിടെ വീശി, അത് ഒന്നുകൂടി കരയ്ക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കങ്ങളായി, ഭയങ്കര മഴയായി. ഇവരുടെ ഭാഗത്തുള്ള കറണ്ടെല്ലാം പോയി. ഭയങ്കര ബഹളം, ഭയങ്കര ശബ്ദം, പുറത്തെല്ലാം ഭയങ്കര ശബ്ദമാണ്. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയമാണ്, എന്തോ സംഭവിക്കാൻ പോകുന്നൊരു ഭയം. പ്രാർത്ഥിച്ചു. ഈ കേരളത്തിലെ എറണാകുളത്ത് നിന്നുകൊണ്ട് അവിടെ വരാൻ പോകുന്ന ചുള്ളിക്കാറ്റിനെ ബന്ധിച്ചു. ഇവളായിരിക്കുന്ന ദേശത്തോട് വരാൻ പോകുന്ന പേമാരിയെ ബന്ധിച്ചു പ്രാർത്ഥിച്ചു. ഇവള് പറഞ്ഞു, 3 ദിവസം കഴിയുമ്പോഴാണ്, ഒരു ശനിയാഴ്ച ദിവസമാണ് ഈ ചുള്ളിക്കാറ്റ് കരയ്ക്ക് അടുക്കുന്നത്, കരയിൽ കാല് കുത്തുന്നത്. അന്ന് ദിവസം അവിടെ ഭയങ്കരമായ ദുരിതങ്ങൾ പ്രവചിച്ചിരിക്കുകയാണ്. ഒത്തിരി ആൾക്കാരെ സ്ഥലങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതിനെല്ലാം ബന്ധിച്ച് പ്രാർത്ഥിച്ചു. അവിടെ ദൈവം പ്രവർത്തിച്ച അത്ഭുതമാണ്. ആ ചുള്ളിക്കാറ്റ് കരയ്ക്ക് വന്നപ്പോഴേക്കും കാറ്റ് ശാന്തമായിരുന്നു. അവിടെ ഒരു നാശവും ഉണ്ടാകാതെ, ഒരു പ്രളയം ഉണ്ടാകാതെ സമാധാനത്തില് ആ ചുള്ളിക്കാറ്റ് അവിടെ കടന്നുപോയി എന്നുള്ളത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവിന് ഒന്നും അസാധ്യമല്ല. ലോകത്തിന്റെ ഏത് മൂലയ്ക്കും, ഏത് മുക്കിനും മൂലയ്ക്കും ആയിരിക്കുന്ന പ്രശ്നങ്ങളാണോ, അതിനെ പരിഹരിക്കാൻ ശക്തനാണ് നമ്മുടെ കർത്താവ്, നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ. ഹല്ലേലൂയ. നമ്മുടെ വിശ്വസ്തത
നമ്മുടെ വിശ്വസ്തത അതുമാത്രം ദൈവം ചോദിക്കുന്നത്. ഏതാണ്ട് ഒരു 2000 ആണ്ടിൽ ഞാൻ തൃശ്ശൂർ താമസിക്കാൻ വന്ന കാലഘട്ടം, ഒരു പ്രഭാതത്തിൽ ഒരു അമ്മച്ചി എൻ്റെ വീട്ടിൽ വരികയാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാൻ വരുന്നത് തൊടുപുഴയിൽ നിന്നാണ്. അവർ തൊടുപുഴ ഒരു ടാക്സി പിടിച്ചാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീടൊക്കെ അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചു. വീട്ടിൽ വന്നു. ഒരു രാവിലെയാണ്. എന്നോട് പറഞ്ഞു, എന്നെ സഹായിക്കണം. എന്താണ് പ്രശ്നം, എന്താണ് ഇത്രയും തിരക്കിട്ട് നിങ്ങൾ ഈ തൊടുപുഴയിൽ നിന്ന് വരേണ്ട ആവശ്യം എന്താണ്? ഇപ്പോൾ പറയുകയാണ്, എൻ്റെ മകള് വിവാഹിതയാണ്, ഭർത്താവ് കുടുംബവും താമസിക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. ഇന്നെൻ്റെ മകള് ഇന്നലെ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്മേ എനിക്ക് ഈ കുടുംബത്തിൽ ജീവിക്കാൻ പറ്റില്ല, ഞാൻ നാട്ടിലേക്ക് മടങ്ങി പോരുകയാണ്. ഭർത്താവുമായിട്ടും ചേർന്ന് നിൽക്കാൻ പറ്റുന്നത് ഭയങ്കര വഴക്കാണ്, ഇവിടെ കലഹമാണ്, ഇനി മടങ്ങി പോരുക എന്ന് പറഞ്ഞു. അപ്പം അമ്മ ചോദിച്ചു, എന്താ കാര്യം? ഒരു കാരണം പറഞ്ഞു. ഇതിൽ കാരണം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പറയുകയാണ്, മോളെ നീ ഒരു ദിവസം എനിക്ക് തരണം, നീ ഇപ്പോൾ വരരുത്, ഒറ്റ ദിവസം എനിക്ക് തരിക, നാളെ വൈകിട്ട് നീ എന്നെ വിളിക്കുക, അതുവരെ നീ വരരുത്. നീ ഞാൻ ചിന്തിക്കുകയാണ്, വസ്തുതല അമ്മ അർപ്പിച്ച വിശ്വാസം അത്ര വലുതായിരുന്നു. അവർ വീട്ടിൽ വന്നു, ഒരു ചട്ടയും മുണ്ടും കൊടുത്തൊരു അമ്മച്ചി കണ്ണക്കം നിറഞ്ഞൊഴുകുന്നുണ്ട്. അവർ പറഞ്ഞു, ബ്രദറെ എൻ്റെ മകളെ സഹായിക്കണം. പ്രശ്നം ഇതാണ്, ഒരു സമാധാനം കുടുംബമായിരുന്നു, അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഭർത്താവ് ഭാര്യയെ തല്ലുന്നു, ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുന്നു. എന്താ കാരണം? കാരണം ഇതാണ്, ഇവൾ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണമെല്ലാം കേടായി പോവുകയാണ്. എത്രമാത്രം ശ്രദ്ധിച്ച് ഭക്ഷണം ഉണ്ടാക്കിയാലും ഒന്നിൽ കേടായി പോകും, ഇല്ലെങ്കിൽ അതിനകത്ത് മുഴുവൻ തലമുടി കിടക്കും. ഇവിടെ തലയിൽ ക്യാപ്പൊക്കെ ഇട്ട് മുടിയൊന്നും വീഴാതെ ശ്രദ്ധിച്ച് ഫുഡുണ്ടാക്കി കൊണ്ട് മേശപ്പെടുത്തി വയ്ക്കും, അതിനകത്ത് മുടി കാണും. എത്ര ശ്രദ്ധിച്ചിട്ടും ഉത്തരമില്ലാത്ത പ്രശ്നങ്ങളാണ്. അതിലെ ഭക്ഷണം കേടായി പോവുകയാണ്, ഇവിടെ പെട്ടെന്ന് ഭക്ഷണം കേടായി പോവുക. ഇതിങ്ങനെ കുറെ മാസങ്ങളായിട്ട് സംഭവിച്ചപ്പോൾ ഭർത്താവിന് വെറുപ്പായി, മടുപ്പായി. നിന്റെ ശ്രദ്ധക്കുറവാണ്, നിന്റെ അശ്രദ്ധ മൂലമാണ്. ഇവര് പറയുന്നില്ല, ഞാൻ എത്രമാത്രം ശ്രദ്ധിച്ച് ചെയ്തിട്ട് പോലും ഇങ്ങനെ സംഭവിക്കുകയാണ്. ഈ അമ്മ ഇത് പറഞ്ഞപ്പോൾ എനിക്കിന് ഉത്തരവുണ്ടായി. ഞാൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, എനിക്കിന് കാരണം അറിയാം. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഓസ്ട്രേലിയ ഭവനത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന സകല അന്ധകാര ശക്തിയിലും അശുദ്ധാത്മാക്കളെയും യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. അവിടെ ഭക്ഷണം കേടാക്കുന്ന, ഭക്ഷണത്തിൽ മുടിയിടുന്ന കലഹത്തിന്റെ ദുരാത്മാക്കളെ ബന്ധിക്കുന്നു. കീഴടങ്ങ്, ആ മകളെ വിട്ടും മാറട്ടെ. ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ. 2000 ആണ്ടിലാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അമ്മ തിരിച്ചുപോയി. ഞാൻ പറഞ്ഞു, മോനോട്ട് പോയിക്കൂ, കർത്താവ് ഉത്തരം തരും. പിന്നെ ഒരു മാസം എനിക്ക് ഇവരെ കുറിച്ച് യാതൊരു വിവരം ഉണ്ടായില്ല. അന്ന് മൊബൈലൊന്നുള്ള കാലമല്ല. ഇവരെന്നെ വിളിച്ചു, വലിയ ഉത്തരം കിട്ടിയില്ല. ഒരു മാസം കഴിയുമ്പോൾ ഇവരുടെ സഹോദരനെ കാണാൻ വരികയാണ്. അതേപോലെ പറയാണ്, എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞിട്ട് ഞാൻ വരികയാണ്, ബ്രദറെ ഇവിടെ ഒന്ന് ചേച്ചി ഒന്ന് പ്രാർത്ഥിച്ചല്ലോ, മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നല്ലോ, അവിടെ ഭയങ്കര സമാധാനമാണ്. ആ പ്രാർത്ഥന അന്ന് തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. ഇപ്പോൾ ആ മകള് ഓസ്ട്രേലിയയിലാണ്, ഇവിടെ വന്നിട്ടില്ല. ഭാര്യയും ഭർത്താവും സമാധാനമായിട്ട് ജീവിക്കുകയാണ്. ഇത് പറയണമെന്ന് ചേച്ചി വിളിച്ചു പറഞ്ഞു. അല്ല, ചേച്ചിയെ കാണാൻ വേണ്ടി നാട്ടിൽ പോയി, തൊഴിലിൽ പോയി ചെന്നപ്പോൾ ചേച്ചി പറഞ്ഞു, അപ്പോഴാണ് ഞാൻ നേരിട്ട് അതിനെ കാണാൻ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്രയോ വലിയവനാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് എത്രയോ ശക്തനും കാരുണ്യവാനുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം എത്രമാത്രം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനോട് വിശ്വസ്തരാണോ, അത്രയും അധികമായി, അതിലും അധികമായി ഇവിടുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ചെയ്യും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പത്തിനനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. റോമ 8:28. നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് മാറണം. നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ഇന്നു മുതൽ ഈ നിമിഷം മുതൽ ഈ തീരുമാനം എടുക്കണം. എൻ്റെ വാക്കോ പ്രവൃത്തിയോ ചിന്തയോ കൊണ്ട് ഇതിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ ഞാൻ ദുഷിപ്പിക്കില്ല, ഞാൻ വേദനിപ്പിക്കില്ല. Then he will be the best friend in your life. നീ അവനെ സ്നേഹിച്ചാൽ അവൻ നിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല കൂട്ടുകാരനായിരിക്കും. നിനക്കെല്ലാം നിനക്ക് പറഞ്ഞു തരുന്ന, പഠിപ്പിക്കുന്ന, എല്ലാം നിന്നോട് ചെയ്യിപ്പിക്കുന്ന, മനുഷ്യന്റെ ശക്തിക്കും ബുദ്ധിക്കും അതീതമായ കാര്യങ്ങൾ, അപ്പുറത്തുള്ള കാര്യങ്ങൾ, മനുഷ്യ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ,
നിനക്ക് പറഞ്ഞു തരാൻ, നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനും പഠിപ്പിക്കാനും ശക്തനും മതിയാവൻ നിന്റെ ഉള്ളിലുണ്ട്. നീ തിരിച്ചറിയണം. അവനെ വേദനിപ്പിക്കാനായിട്ടല്ല ദൈവം നിനക്ക് തന്നത്. പിതാവിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. Do not grieve the Holy Spirit. അതാണ് കൽപ്പന. Do not grieve. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. നിന്നെ ഓർത്ത്, നിന്റെ അവിശ്വസതയോർത്ത്, നിന്റെ അശുദ്ധമായ പ്രവൃത്തികളെ ഓർത്ത്, നിന്റെ അനുസരണക്കേടിനെ ഓർത്ത് എത്രയധികമായി നിന്റെ ഉള്ളിൽ വസിക്കുന്നവൻ വിലപിക്കുന്നില്ലേ, കരയുന്നില്ലേ, നിലവിളിക്കുന്നില്ലേ? ഇതെല്ലാം ദൈവം കാണുന്നു. നീ പരിശുദ്ധാത്മാവിന് കൊടുക്കുന്ന എല്ലാ വേദനകളും ദൈവം കാണുകയാണ്. നിനക്ക് അനുഗ്രഹം വേണോ? നീ അവിടുത്തെ സ്നേഹിക്ക്. നിന്റെ ഉള്ളിൽ വസിക്കുന്നതിനെ സ്നേഹിക്ക്. നീ അനുഗ്രഹിക്കപ്പെടും. എത്രമാത്രം നീ വിശ്വസ്തനായിട്ട് ജീവിക്കുന്നുവോ അത്രയും അധികം നിന്റെ ജീവിതത്തിൽ അവൻ ഇടപെടും, സഹായിക്കും. എല്ലാ കാര്യങ്ങളും സഹായിക്കും അനുദിന ജീവിതത്തിൽ. അതാണ് യോഹന്നാൻ 14:15 ഈശോ അരുളി ചെയ്തത്. എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് മറ്റു സഹായം നമുക്ക് നൽകുകയും ചെയ്യും. നമ്മളെ സഹായിക്കുന്നവനാണ് പരിശുദ്ധൻ, ദ്രോഹിക്കുന്നവനല്ല. നമ്മുടെ ആത്മീയവും ഭൗതികമായ ശാരീരികമായ എല്ലാ കാര്യങ്ങളും നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ പ്രഭാതത്തിൽ ഞാൻ ഉറക്കം ഉണരുന്ന സമയത്ത് ഇന്നലെ ഒരു ദർശനം കാണുകയാണ്. സ്വർഗത്തിൽ നിന്നും പിതാവിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് വരുന്നു. ഞാൻ കണ്ടത് എൻ്റെ മേൽ വന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പതിക്കുന്ന ഞാൻ കണ്ടത്. പക്ഷെ ആ നിമിഷം തന്നെ എൻ്റെ ഉള്ളിൽ വരികയാണ്, ദൈവം ഒരു മനുഷ്യനെ തൻ്റെ ആത്മാവിലൂടെ സ്വന്തമാക്കുന്നു. ഒരുവനെ മേൽ തൻ്റെ ആത്മാവിനെ ദൈവം പകർന്നു കൊടുത്ത് അവനെ തൻ്റെ മകനാക്കി ദൈവം മാറ്റുകയാണ്, മകളാക്കി ദൈവം മാറ്റുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഒരുവനെ തൻ്റെ മകനാക്കി മാറ്റുന്നു, പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് മകളാക്കി മാറ്റുന്നു. ദൈവം അവന് തന്നെ സ്വഭാവങ്ങൾ കൊടുക്കുകയാണ്, തന്റെ പരിശുദ്ധിയെ പകർന്നു കൊടുക്കുകയാണ്, തന്റെ പ്രകാശം അവന് കൊടുക്കുകയാണ്, തന്റെ ശക്തി അവന് കൊടുക്കുകയാണ്, തന്റെ സ്വഭാവങ്ങൾ അവന് കൊടുക്കുകയാണ്. അങ്ങനെ തന്റെ സ്വന്തമാക്കി അവനെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുക. ആ പരിശുദ്ധാത്മാവിനെ എത്രയോ അധികമായി നാം സ്നേഹിക്കണം പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ ആത്മാവിന് വേദന കൊടുക്കാതെ, റോമാലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? എന്നിട്ട് പറയാം, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ. ഉച്ചത്തിൽ പറയണം, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. ഒരു വലിയ ചോദ്യമാണ്, ഒരു വലിയ ചോദ്യമാണ്. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു ദാനമായിട്ട് നമുക്ക് ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് നൽകാതിരിക്കുമോ? ബാക്കി എല്ലാം ഒന്നും ഇവിടത്തേക്ക് മാറ്റിവെക്കാനായിട്ടില്ല. കാരണം സ്വന്തം പുത്രനെ അവിടെ നമുക്ക് തന്നു, കുരിശ് മരിക്കാൻ വിട്ടു തന്നു. അപ്പുറത്തെ ഇതിന് വേറെ ഒന്നുമില്ല. സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി കുരിശ് മരിക്കാൻ വിട്ടുകൊടുത്ത പിതാവിന് ആ പുത്രനോടൊപ്പം അവന്റെ നാമത്തിൽ നമുക്ക് എന്താണ് തരാതിരിക്കുക? ഏറ്റവും അമൂല്യമായ യേശുക്രിസ്തുവായിരുന്നു, സ്വപുത്രനായിരുന്നു. നമുക്ക് വേണ്ടി കുരിശ് മരിക്കാൻ, നമ്മളുള്ള സ്നേഹത്തെ പ്രതി കുരിശ് മരിക്കാൻ വിട്ടുകൊടുത്തു. അങ്ങനെയാണെങ്കിൽ അതിനപ്പുറത്തൊന്നും പിതാവിന് അമൂല്യമായിട്ടില്ല. ആ ദൈവം അവനോട് കൂടെ നമുക്ക് സമസ്തവും ദാനമായിട്ട് നൽകും. അത് ചോദിച്ച് മേടിക്കുക എന്നുള്ളത് നമ്മുടെ കടമ, ഉത്തരവാദിത്വം. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കണം. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ചോദിക്കണം, പ്രാർത്ഥിക്കണം. അത് പാപം ചെയ്ത് പ്രാർത്ഥിച്ച് ഒന്നും കിട്ടില്ല. പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ച് പരിശുദ്ധാത്മാവിന് വേദന കൊടുക്കാതെ പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നവരായിട്ട് നമ്മൾ മാറണം. കൈ ഉയർത്തിപ്പിടിക്കാൻ സുഖത്തിലേക്ക്. ഇത്രമാത്രം സ്നേഹിക്കുന്ന പിതാവേ, ഇതാ ആ പുത്രൻ യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ ചോദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ പരിശുദ്ധാത്മ ശക്തി സാന്നിധ്യം
എൻ്റെ അകൃത്യങ്ങളും അവിശ്വസങ്ങളും അപരാധങ്ങളും പോലും ഞാൻ എൻ്റെ നാവുകൊണ്ട് പറഞ്ഞ ദുഷിച്ച വാക്കുകളിലൂടെ, ഞാനെൻ്റെ ഹൃദയത്തിലുണ്ടായ ചിന്തകൾ, മോശമായ ചിന്തകളിലൂടെ, ഞാൻ എൻ്റെ കണ്ടുകൊണ്ട് കണ്ടുപോയ പാപകരമായ അവസ്ഥകളിലൂടെ, എൻ്റെ പാപപ്രവൃത്തികളിലൂടെ എന്നിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ശക്തി, എൻ്റെ ദൈവമേ, അതിനത്തിന് അടിയറ വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിൻ്റെ പ്രതീകരമായ ഒരു ബലിയായിട്ട് എന്നെ സമർപ്പിക്കാൻ അനുഗ്രഹം തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ ഇവിടുത്തെ രക്തത്താൽ കഴി ശുദ്ധീകരിക്കണമേ. വീണ്ടും എനിക്കുള്ള പരിശുദ്ധാത്മ ശക്തി എനിക്ക് നൽകണമേ കർത്താവേ. യേശുവിനെ സാക്ഷ്യപ്പെടുത്തുവാൻ, യേശുവിനെ സാക്ഷിയായിട്ട് ജീവിക്കാൻ എന്നെ സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇളങ്ങെ വാഴ്ത്തി സ്തുതിക്കുന്ന ദൈവമേ, നന്ദി പറഞ്ഞ് അങ്ങയെ മഹത്വപ്പെടുന്നപ്പാ, സ്തോത്രം. സ്വരം വരുത്തി ശബ്ദം സ്തുതിച്ച് ഹല്ലേലൂയ. ഗ്ലോറി ആരാധന, ഗ്ലോറി ആരാധന, ഗ്ലോറി ആരാധന, ഗ്ലോറി ആരാധന. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധന, സ്തോത്രം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാവുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വിശുദ്ധമായ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. അഭിഷേകം അഭിഷേകം മറിയത്തിൽ അഭിഷേകം, ജ്ഞാനത്തിൽ അഭിഷേകം, സ്വർഗ്ഗത്തിൽ സമ്മാനമായ മറിയത്തിൽ അഭിഷേകം, പിതാവിന്റെ